അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഖിയാമത്ത് നാളിൻ്റെ ഗൗരവപ്പെട്ട ഒരു അടയാളമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ പരലോകത്തെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 187 കാണാം, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾ, മജോറിറ്റി, അവർ വിവരമില്ലാത്തവരാണ്, അറിവ് നേടാത്തവരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ അൻആമിലെ 6-ാം അധ്യായം 111-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യൻ്റെ അജ്ഞതയുടെ ഒരു ആഴത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുലൻ മാ കാനൂ ലിയുഅ്മിനൂ ഇല്ലാ യശാ അല്ലാഹ് വലാകിന്ന അക്സറഹും യജ്ഹലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകളെ മനുഷ്യർക്ക് കാണുന്ന രൂപത്തിൽ അല്ലാഹു അയക്കുകയും മരിച്ചുപോയ ആളുകൾ എഴുന്നേറ്റ് വന്ന് സംസാരിക്കുകയും കഴിഞ്ഞുപോയ മുഴുവൻ തലമുറകളെയും അല്ലാഹു ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്താൽ പോലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അല്ലാഹുവിൽ വിശ്വസിക്കുകയുള്ളൂ, അല്ലാഹു ഉദ്ദേശിച്ചവരെ വിശ്വസിക്കുകയുള്ളൂ. വലാകിന്ന അക്സറഹും യജ്ഹലൂൻ. അവരിൽ മഹാഭൂരിപക്ഷവും അജ്ഞത നടിക്കുന്നതാണ്, അറിവില്ലായ്മ നടിക്കുന്നതാണ്. ഇവിടെ സൂറത്തുൽ അറാഫിൽ പറഞ്ഞ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷവും വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വചനം വലാകിന്ന അക്സറഹും യജ്ഹലൂൻ, അവരിൽ മഹാഭൂരിപക്ഷവും ജഹാലത്ത് സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവാതെ അജ്ഞതയെ വിജ്ഞാനമായി കരുതി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്തവരാണ്, പഠിപ്പിച്ചു കൊടുത്താൽ അവർ പഠിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും പഠിക്കാൻ പോലും ശ്രമിക്കാതെ എന്തൊരു ജഹാലത്താണോ ഉള്ളത് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ജഹാലത്തിനെ പുൽകുന്നവരാണ്, അറിവ് നേടാൻ ശ്രമിക്കാത്തവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മലക്കുകളെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ അല്ലാഹു മുന്നിൽ കൊണ്ട് വന്ന് നിർത്തി കൊടുത്താലും മരിച്ചവർ എഴുന്നേറ്റ് മരണാനന്തര ശേഷമുള്ള കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചാലും കഴിഞ്ഞുപോയ തലമുറകൾ മുഴുവൻ എഴുന്നേറ്റ് വന്നാലും അവർ അജ്ഞത നടിക്കും, കണ്ടില്ല എന്ന് നടിക്കും, ആ വിഷയം പഠിക്കാൻ തയ്യാറാവില്ല എന്നാണ്. അത്രമാത്രമാണ് മനുഷ്യൻ്റെ കാര്യം. ഇത് വളരെ അപകടം പിടിച്ചതാണ്. മാത്രമല്ല, ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ ഗൗരവമേറിയ അടയാളങ്ങളിൽ ഒന്നായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ അശ്റാത്തി സ്സാഅ, അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ആളുകൾ സ്വീകരിക്കുകയില്ല. വയസ്ബുതൽ ജഹ്ലു, അജ്ഞത സ്ഥാപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിവരക്കേട് വിവരമായിട്ട് ആളുകൾ കരുതും, വിവരക്കേട് പറയുന്നവരെ ആലിമുകളായിട്ടും ജനങ്ങൾ മനസ്സിലാക്കും, യഥാർത്ഥ ഇൽമ് സ്വീകരിക്കാൻ ആളുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇവിടെ അറിവ് ഉയർത്തപ്പെടുക മാത്രമല്ല, അജ്ഞത വ്യാപിക്കപ്പെടും. അഥവാ യസ്ബുത്ത എന്ന് പറഞ്ഞാൽ അതാണ് സ്ഥാപിക്കപ്പെടുന്നത്. ജഹാലത്ത്, വിവരക്കേടിനാണ് സ്ഥാപിതമായ അവസ്ഥ ഉണ്ടാവുന്നത്. അറിവ് ഒരു അപരിചിതമായ ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ അറിവ് മാറുകയും വിവരക്കേട് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു അവസ്ഥ എത്തും എന്നാണ്. ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്താണ്? അത് വീണ്ടും നമുക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹാ സതഅതി അലന്നാസി സിനൂന ഖദ്ദാഅ, വഞ്ചനാത്മകമായ വർഷങ്ങൾ വരാൻ പോകുന്നു. ഖദ്ദാഅ എന്ന് പറഞ്ഞാൽ മനുഷ്യർ വഞ്ചിക്കപ്പെടും. എന്താ കാരണം? യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്ന ഒരാൾ സത്യമാണ് പറയുന്നത് എന്ന് കരുതപ്പെടും. വയുകദ്ദബു ഫീഹ സ്വാദിഖ്, സത്യം പറയുന്ന ആൾ കളവാണ് പറയുന്നത് എന്ന് ആളുകൾ വിശ്വസിക്കും. വയുഅ്തമനു ഫീഹൽ ഖായിൻ, വഞ്ചകന്മാർ വിശ്വസ്തരായി ഗണിക്കപ്പെടും. വയുഖവ്വനു ഫീഹൽ അമീൻ, വിശ്വസ്തരായ ആളുകൾ വഞ്ചകന്മാരാണ് എന്നും പറയപ്പെടും. മാത്രമല്ല വയൻതിഖു ഫീഹ റുവൈബിള, അന്ന് റുവൈബിളകൾ സംസാരിക്കുന്നതാണ്. വായാടികളായ ആളുകൾ വരും. ചോദിക്കപ്പെട്ടു, വമർ റുവൈബിള, ആരാണ് ഈ റുവൈബിള എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫീഹു, വിഡ്ഢിയായ അറിവില്ലാത്ത ഒരാൾ, യതകല്ലമു ഫീ അംരിൽ ആമ്മ, ജനങ്ങളുടെ മുഴുവൻ വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കും അറിവുള്ള ആളെപ്പോലെ, പക്ഷേ വിഡ്ഢിയായിരിക്കും, വിവരമുണ്ടാവില്ല, അറിവുണ്ടാവില്ല. ഇങ്ങനെ ഈ വിവരം കെട്ട ആൾ പറയുന്നത് വിവരമായി ജനങ്ങൾ കരുതുക, സത്യം പറയുന്ന ആളെ കളവ് പറയുന്ന ആളായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുക, കളവ് പറയുന്ന ആളെ വിശ്വസ്തനായി ആളുകൾ കരുതുക. ഇങ്ങനെയുള്ള വഞ്ചനാത്മകമായ കാലഘട്ടം വരുമെന്നാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ വളരെ ഗൗരവമേറിയ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതിലൂടെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പോലും വഞ്ചിതരായി പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവതരമായി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കുന്നതിൽ ഭൂരിപക്ഷത്തെ ഒരിക്കലും മാനദണ്ഡമാക്കരുത്. ഭൂരിപക്ഷം ആളുകളും അവിശ്വാസികളും വിവരമില്ലാത്തവരുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഹ്മാനായ റബ്ബ് തെളിവുകൾ സഹിതം പറഞ്ഞാലും ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കില്ല. എന്നിട്ടല്ലേ മനുഷ്യന്മാർ പറയുന്നത്? പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യരുടെ സൃഷ്ടാവായ റബ്ബ് വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ കണ്ണു തുറപ്പിക്കുന്ന അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഏകദൈവ ആരാധന. എല്ലാ അർത്ഥത്തിലും ഏകദൈവ ആരാധനയ്ക്ക് എന്തെല്ലാം തെളിവുകൾ കാണാൻ കഴിയും? പ്രപഞ്ചത്തിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരുടെ വാക്കുകളിലും. എന്നിട്ടും മഹാഭൂരിപക്ഷവും അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടോ? സൂറത്തുൽ അംബിയയിലെ 24 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവർ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരൂ. ഹാദാ ദിക്റു മൻ മഅയ വ ദിക്റു മൻ ഖബ്ലി, ഇതെനിക്കും എനിക്ക് മുമ്പുള്ളവർക്കുമുള്ള ദിക്റാണ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ശരി, അതിനെതിരിലുള്ള വാദത്തിന് തെളിവില്ല എന്നുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ, എന്നാൽ മഹാഭൂരിപക്ഷവും സത്യം മനസ്സിലാക്കുന്നില്ല. നോക്കൂ, ഭൂരിപക്ഷം അറിവില്ലാത്തവരാവാനുള്ള കാരണം എന്താണ്? ഭൂരിപക്ഷം ജാഹിലുകളാവാനുള്ള കാരണം എന്താണ്? ലാ യഅലമൂനൽ ഹഖ, സത്യം അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. തീർന്നില്ല, ഫഹും മുഅ്രിദൂൻ, അവർ അവഗണിക്കുകയാണ്, പഠിക്കാൻ ശ്രമിക്കുന്നില്ല, ഒരു ശ്രദ്ധയുമില്ല, പരിപൂർണമായ അവഗണന, ആഴമേറിയ പഠനങ്ങളില്ല, ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തെളിവുമില്ല. ഖുൽ ഹാതു ബുർഹാനക്കും എന്നാണ്, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ. പക്ഷേ ഒരു തെളിവുമില്ല. എന്നിട്ട് യാതൊരു നിലക്കും തെളിവില്ലാതെ അവർ എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കളവെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അസ്സൂർ ഫജിതനിബു റിജ്സ മിനൽ ഔസാൻ വജിതനിബു ഖൗല അസ്സൂർ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ട് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളവ്. ഒരു തെളിവുമില്ലാത്ത കളവാണത്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഈ കളവിൻ്റെ പിന്നാലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫ് 106 ആയത്ത്. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരും ആ വിഷയത്തിൽ അറിവില്ലാത്തവരും എന്നാൽ തെളിവിനെ പിൻപറ്റാത്തവരുമാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 10 അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖാലത്ത് റുസുലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സംശയമാണ്, അഥവാ അവൻ മാത്രമാണ് ആരാധ്യൻ എന്നതിൽ എന്ത് സംശയമാണ് ഉള്ളത്? ഒരു സംശയത്തിന് അവകാശമില്ലാത്തതാണ് തൗഹീദ്. എന്നിട്ടും തെളിവില്ലാത്ത ശിർക്കിനാണ് ആളുകൾ കൂടുതലുള്ളത്. സൂറത്ത് ഹൂദിലെ 17 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. സത്യം അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നിട്ടും മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കാത്തവരാണ്. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. സൂറത്തുൽ അറാഫിലെ 17 കാണാം, മഹാഭൂരിപക്ഷം ആളുകളും അവർ നന്ദി കെട്ടവരായിരിക്കും. ഇത് ഇബ്ലീസിൻ്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സത്യപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വ ഇൻ വജദ്ന അക്സറഹും ലഫാസിഖീൻ, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും തോന്നിവാസികളും അധർമ്മികളുമായിരിക്കും. അപ്പോൾ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം അറിവില്ലാത്തവരാണ്, ജഹാലത്തിൽ സംതൃപ്തിപ്പെടുന്നവരാണ്, കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കാത്തവരാണ്, അവഗണിക്കുന്നവരാണ്, ഫാസിഖീങ്ങളാണ്, തെളിവില്ലാത്ത കളവുകളുടെ പിന്നാലെ പോകുന്നവരാണ്. അതുകൊണ്ട് ഭൂരിപക്ഷത്തെ മാനദണ്ഡമാക്കരുത്, അറിവില്ലാത്തവരുടെ ജൽപ്പനങ്ങളെയും മാനദണ്ഡമാക്കരുത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അജ്ഞതയിൽ അകപ്പെടാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് പറയുന്നത് മനുഷ്യർ ചിന്തിക്കാൻ മെനക്കെടുന്നില്ല എന്നാണ്. മറ്റു പലതിനും അവർ മെനക്കെടുന്നുണ്ട്, പക്ഷെ സത്യം കണ്ടെത്താനുള്ള ശ്രമമില്ല. സൂറത്തുൽ ഫുർഖാനിലെ 44 അള്ളാഹു ചോദിക്കുന്നത്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ,
മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നാണോ വിചാരിക്കുന്നത്? ഇൻഹും ഇല്ലാ കല്ലൻആം, അവർ കന്നുകാലികളെപ്പോലെ അല്ലാതെയല്ല, ബൽഹും അദല്ലു സബീല, അല്ല, കന്നുകാലികളെക്കാൾ മോശമാണ്. കാരണം കന്നുകാലികൾ ചിന്തിക്കാൻ വിചാരിച്ചാൽ പോലും മനുഷ്യൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലല്ലോ. അതിനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ കേൾക്കാനും പഠിക്കാനും ചിന്തിക്കാനും കഴിവുണ്ടായിട്ട് പോലും മനുഷ്യർ കന്നുകാലികളെപ്പോലെയാണ്. മഹാഭൂരിപക്ഷവും, അതാണ് അന്ന അക്സറഹും, ഭൂരിപക്ഷവും കന്നുകാലികളെപ്പോലെയാണ്. ഒന്നും കേൾക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. സൂറത്തുൽ അൻകബൂത്തിൽ 63 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ അക്സറുഹും ലാ യഖിലൂൻ, ഭൂരിപക്ഷവും ചിന്തിക്കാത്തവരാണ്. സൂറത്തു ഫുസ്സിലത്തിലെ 4 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ, ഭൂരിപക്ഷവും അവഗണനാ സ്വഭാവമുള്ളവരും ഒരു കാര്യം കേൾക്കാത്തവരുമാണ്. കേൾക്കാൻ തയ്യാറാവുന്നില്ല, മുഴുവനായി കേൾക്കാൻ തയ്യാറാവുന്നില്ല, ശ്രദ്ധിച്ച് കേട്ടു പഠിക്കാൻ തയ്യാറാവുന്നില്ല, അവർ അവഗണിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഫലമെന്താണ്? സൂറത്തുൽ അറാഫിലെ 179 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ നരകത്തിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. എന്താ കാരണം? ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ. എന്താണ് അവിടെ യഫ്ഖഹൂന ബിഹാ എന്ന് പറഞ്ഞാൽ? ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യത എന്നാണ്. ഒരു വിഷയത്തെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ആഴത്തിൽ പഠിക്കുക, അതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അത് നേടുന്നില്ല, എല്ലാം ബാഹ്യമായി ചിന്തിക്കുകയാണ്. അള്ളാഹു ചിലരെക്കുറിച്ച് പറഞ്ഞില്ലേ, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, അവർക്ക് ഐഹിക ജീവിതത്തിൻ്റെ ബാഹ്യവശങ്ങൾ മാത്രമേ അറിയൂ, ആന്തരികമായിട്ടുള്ള ചിന്തകളോ പഠനങ്ങളോ ഒന്നും അവർക്ക് അറിയില്ല. അതേപോലെ തന്നെ കണ്ണുകളുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം കണ്ടെത്തുന്നില്ല. കാതുകളുണ്ട്, ശരിയായ ഇൽമ് കേൾക്കുന്നില്ല. ഉലായിക കൽ അൻആമി ബൽഹും അദൽ, അവർ കന്നുകാലികളെപ്പോലെയോ അതിനേക്കാൾ മോശമോ ആണ്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അള്ളാഹു പറയുന്നത് അതിനുള്ള കാരണം അവർ അശ്രദ്ധരാണ്, ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല, പഠിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അങ്ങനെ കന്നുകാലികളെപ്പോലെ ജീവിച്ച് അവസാനം നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ വിഷയം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരിക്കലും ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോവരുത്. അതെത്ര തന്നെ കൂടുതൽ ആളുകൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലും സത്യത്തിന് എതിരാളികളും സത്യത്തെ എതിർക്കുന്ന ആളുകളും എത്രയും ഉണ്ടാകും. പക്ഷേ പതറിപ്പോവാൻ പാടില്ല. സൂറത്തുൽ മാഇദയിലെ 100 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നല്ലതും ചീത്തയും സമമാവുകയില്ല, ചീത്തയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. എന്ന് പറഞ്ഞാൽ കളവിൻ്റെ പിന്നാലെയാണ് മഹാഭൂരിപക്ഷം ആളുകളും. സത്യം പറയുന്നവരെ അവർ ഒരുപക്ഷെ റാഞ്ചിയെടുത്തേക്കാം, ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷേ അത്ഭുതപ്പെടരുത്, അതിൻ്റെ പിന്നാലെ കൂടരുത്. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബുദ്ധിയുള്ള മനുഷ്യരെ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാൽ വിജയിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ അടയാളം ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോവലല്ല, ഹക്കിൻ്റെ കൂടെ നിൽക്കലാണ്. ഹക്കിൻ്റെ കൂടെ ഭൂരിപക്ഷം ഉണ്ടോ കുഴപ്പമില്ല, പക്ഷേ പലപ്പോഴും ഹക്കിൻ്റെ ആളുകൾ ഒരിക്കലും ഭൂരിപക്ഷമാവില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോവരുത്. പോയാൽ സൂറത്തുൽ അൻആമിലെ 116 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ നിങ്ങൾ കൂടിയാൽ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ച് കളയും. ഈ യത്തബിഊന ഇല്ലല്ലൻ, അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത്. കുറേ കാര്യങ്ങൾ അവർ ഊഹിച്ച് പറയുകയാണ്, എഴുതാപ്പുറം വായിക്കുകയാണ്, ഇല്ലാത്തത് ഊഹിച്ച് പറയുകയാണ്. സത്യമല്ല അവർ വിശ്വസിക്കുന്നത്, സത്യമല്ല അവർ പറയുന്നത്, ഊഹങ്ങളാണ്. വഇൻഹുമില്ലാ യഖ്റുസൂൻ, പലരും കെട്ടിച്ചമച്ചു പറയുകയുമാണ്. അതുകൊണ്ട് ഊഹത്തിൻ്റെ പിന്നാലെ പോവരുത്, ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോവരുത്, അവർ നിങ്ങളെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. എന്നാൽ സത്യവും ഹക്കും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ, ഇൽമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുകയില്ല. പക്ഷേ പ്രബോധകന്മാർ, ദഅവത്ത് നടത്തുന്ന ആളുകൾ, സത്യം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശ വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തു യൂസുഫിലെ 103 ആയത്തിൽ വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, താങ്കൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. നബിയുടെ കാര്യം ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ദഅവത്ത് നടത്തിയിട്ടും ഒട്ടനവധി മുഅ്ജിസാത്തുകൾ നബിയിലൂടെ പ്രകടമായിട്ടും മഹാഭൂരിപക്ഷവും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് നബിയെ താങ്കൾ എത്ര ആഗ്രഹിച്ചാലും ഭൂരിപക്ഷം സത്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ 25 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വമിൻഹും മൻ യസ്തമിഉ ഇലൈക്, ചിലർ ശ്രദ്ധിച്ച് കേൾക്കുന്നതായി തോന്നും,
പക്ഷേ വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു, എന്നാൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ ഒരു മൂടിയുണ്ട്. അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. വഫി ആദാനിഹിം വഖറ, അവരുടെ കാതുകളിലും ഉണ്ട് ഒരു തരം അടപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമേ അവർ കേൾക്കുന്നുള്ളൂ, വിഷയം ഗ്രഹിക്കില്ല. വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ, നോക്കൂ, മുഴുവൻ തെളിവുകൾ കണ്ടാലും വിശ്വസിക്കൂല. തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി വായിച്ചു കൊടുത്താലും മനസ്സിലാക്കി കൊടുത്താലും പ്രമാണങ്ങൾ ഉദ്ധരിച്ചാലും ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നുകയുള്ളൂ, ഗ്രഹിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെക്കുറിച്ച് പറയുന്നു. എന്ന് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റും സംഭവിക്കും. സൂറത്തുൽ അറാഫിലെ 146 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ, മുഴുവൻ തെളിവ് കണ്ടാലും അവർ വിശ്വസിക്കൂല. തെളിവിൻ്റെ അഭാവമല്ല, വിശ്വസിക്കൂല. അതങ്ങനെയാണ്. വഇൻ യറൗ സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല, ശരിക്കുള്ള വഴി കാണിച്ചു കൊടുത്താൽ ആ വഴി സ്വീകരിക്കൂല. എന്നാൽ വഇൻ യറൗ സബീലൽ ഗയ്യി യത്തഖിദൂഹു സബീല, തെറ്റായ വഴി കണ്ടാലോ അതിനെ പുൽകുകയും അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യും. ബാത്തിലിൻ്റെ പിന്നാലെ കൂടും, ഹക്കിൻ്റെ പിന്നാലെ കൂടൂല, സത്യത്തിൻ്റെ പിന്നാലെ കൂടുകയില്ല. എന്നാൽ വ്യർത്ഥമായതിൻ്റെ പിന്നാലെ, കളവുകളുടെ പിന്നാലെ അവർ ധൃതി വെക്കുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെയാണ് ചില മനുഷ്യന്മാർ, നല്ലതിൻ്റെ പിന്നാലെ കൂടൂല, മറിച്ച് ചീത്തയുടെ പിന്നാലെ അവർ ഉണ്ടാകും. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഖൗൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ലാ യകൂനു അഹദുക്കും ഇമ്മഅ, നിങ്ങൾ ജനങ്ങളുടെ കൂടെ കൂടുന്നവരാവരുത്. ജനങ്ങൾ ആവേശത്തിലും വികാരത്തിലുമായിരിക്കും. ഭൂരിപക്ഷം ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണ്. ഭൂരിപക്ഷം യജ്ഹലൂൻ, വിവരക്കേടിനെ അറിവായി മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറില്ലാതെ അതിൽ അഭിരമിക്കുന്നവരായിരിക്കും. അവർ അശ്രദ്ധരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളുകളുടെ കൂടെ കൂടരുത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, വമൽ ഇമ്മഅ യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബു അബ്ദുറഹ്മാൻ, എന്താണ് ഈ ഇമ്മഅ ആവരുത് എന്ന് പറഞ്ഞാൽ എന്താണത്? അദ്ദേഹം പറഞ്ഞു, യഖൂലു ഇന്നമാ അന മഅന്നാസ് ഇൻ ഇഹ്തദൂ ഇഹ്തദൈത് വ ഇൻ ളല്ലൂ ളലൽത്, ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. അവർ ഹിദായത്തിലാണെങ്കിൽ ഞാനും ഹിദായത്തിൽ, അവർ ലലാലത്തിനാണെങ്കിൽ ഞാനും ലലാലത്തിൽ. പ്രമാണമല്ല എൻ്റെ വിഷയം, ഭൂരിപക്ഷം എവിടെയാണോ അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ ഒരിക്കലും ആവരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അലാ ല യുവത്തിനു അഹദുക്കും നഫ്സഹു അലാ ഇൻ കഫറ നാസു അല്ലാ യക്ഫുർ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണം. എന്തിന്? ജനങ്ങൾ മുഴുവൻ അവിശ്വസിച്ചാലും ഞാൻ അവിശ്വസിക്കുകയില്ല, അതിന് ഹൃദയത്തെ പാകപ്പെടുത്തണം. കാരണം മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഭൂരിപക്ഷത്തിലേക്ക് ചായ്വ് കാണിക്കും. മാത്രമല്ല, ചിലത് സത്യമാണെന്നറിഞ്ഞാലും ഭൂരിപക്ഷം ഇപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ശരിയായ നിലപാട് സ്വീകരിച്ചാൽ മുഴുവൻ ആളുകളും എന്നെ എതിർക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോകും, അവർ എന്നെ പരിഹസിക്കും. അതുകൊണ്ട് തൽക്കാലം ജനങ്ങളുടെ കൂടെ കൂടി പറയാം. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. മനസ്സിനെ പാകപ്പെടുത്തണം. ജനങ്ങൾ ഹിദായത്തിലാണെങ്കിൽ നാം ഹിദായത്തിൽ തന്നെ, കാരണം നാം ഹിദായത്തിൻ്റെ വഴിയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ജനങ്ങൾ വലാലത്തിലാണെങ്കിലോ, അപ്പോൾ അവരുടെ കൂടെ കൂടരുത്. അപ്പോഴും നമ്മൾ ഹിദായത്തിലായിരിക്കണം. അപ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷം എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ച് അവരുടെ കൂടെ നിന്ന് കൊടുക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാചകം, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വ ഇൻ കുൻത വഹ്ദക്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നീ ഒറ്റക്കാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിൽക്കലാണ്. സത്യം ചിലപ്പോൾ നീ ഒറ്റപ്പെടും, നീ ഒറ്റയായിത്തീരും, മുഴുവൻ ആളുകളും നിന്നെ എതിർത്തേക്കാം. പക്ഷേ സത്യം പറയണം, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹക്കിൻ്റെ കൂടെ നിൽക്കണം. അറിവില്ലാത്തവരിൽ നിന്ന് നമ്മളൊരിക്കലും മതം പഠിക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും അത് പറഞ്ഞു തരാൻ അർഹതപ്പെട്ട ആളുകളുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്. അവരിൽ നിന്ന് ഇൽമ് സ്വീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതാരോ അവരിൽ നിന്ന് സ്വീകരിക്കുക. എന്നാൽ അറിവില്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കരുത്. ഭൗതികമായ വിഷയത്തിൽ പോലും പേരുകൾ കൊണ്ടുപോലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഭൗതികമായ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച് അതിന് തീസീസുകൾ അവതരിപ്പിച്ച് അതല്ലെങ്കിൽ പ്രബന്ധം അവതരിപ്പിച്ചാൽ അവർക്ക് PhD കിട്ടും. അപ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് പേരുണ്ടാകും. പക്ഷേ ആ ഡോക്ടർ എന്നുള്ള പേര് കണ്ടിട്ട് ഹൃദയത്തിന് രോഗമുള്ള ഒരാൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് രോഗമുള്ള ഒരാൾ അത് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ എന്ന പേര് കണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? ആ ചികിത്സ അയാൾക്ക് അവിടെ നിന്ന് കിട്ടുമോ? ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ, പേരിൽ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലെങ്കിൽ, പിന്നെ ദീനിൻ്റെ കാര്യം എത്ര ഗൗരവപ്പെട്ടതാണ്. ദീന് പറയേണ്ടത്, അത് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ദീന് പഠിക്കുന്ന ആളുകളിൽ നിന്നാണ്.
പണ്ഡിതന്മാരിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തലമുതിർന്ന പണ്ഡിതന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന മിന്ന ശറാത്തി സഅ അൻ യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗിർ. അന്ത്യനാളിൻ്റെ അടയാളമാണ് വിവരം കുറഞ്ഞവരിൽ നിന്ന് അറിവ് സ്വീകരിക്കുക, വിവരമുള്ള പണ്ഡിതന്മാരെ അവഗണിക്കുകയും ചെയ്യുക. നമുക്കറിയാം, ലോകത്ത് മസ്ജിദുൽ ഹറമുകളിൽ, മക്കയിൽ, മദീനയിൽ ഒക്കെ ജീവിച്ചിരിക്കുന്ന കിബാറുകളായ പണ്ഡിതന്മാരുണ്ട്. ഖുർആനിലും ഹദീസിലുമൊക്കെ അവഗാഹം നേടിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ. അവർക്ക് ദീനിൽ ഇൽമ് നേടാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ ദുനിയാവിൻ്റെ കാര്യവും അവർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ദീനും ദുനിയാവുമൊക്കെ കൃത്യമായി മനസ്സിലാക്കി ദീന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുക, അവരിൽ നിന്ന് ഇൽമ് നേടിയിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അത്തരം ആളുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് യാതൊരു നിലക്കും ദീനിയായ ഇൽമ് പറയാൻ അർഹതയില്ലാത്ത ആളുകൾ ദീന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ കൂടിയാൽ നമുക്ക് പരലോകം നഷ്ടപ്പെടും, സത്യം മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കുക. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളതിൽ ഒരിക്കലും വീണു പോകാൻ പാടില്ല. അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും. ശരിയായ നിലപാട് സ്വീകരിക്കുന്ന വിഷയത്തിൽ അബദ്ധം സംഭവിക്കും, ആളുകളെ മനസ്സിലാക്കുന്ന വിഷയത്തിലും അബദ്ധം സംഭവിക്കും. അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിശാബോധം നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.